ഫാർമസിസ്റ്റിന്റെ ജോലി എന്താണ്? ഫാർമസി എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തൊക്കെയോ വേഗമായിട്ടുള്ള ഐഡിയ എന്നല്ലാതെ കറക്റ്റ് ഐഡിയ ഉണ്ടോ? എന്നാൽ എന്താണ് ഫാർമസി? അതിന്റെ സ്കോപ്പ് എന്താണ്? ഓപ്പർച്യൂണിറ്റീസ് എന്തെല്ലാമാണെന്ന് നോക്കിയാലോ. ശരിക്കും പറഞ്ഞാൽ ഈ ഫാർമസി എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിലെ ഒരു വൈറ്റൽ ബ്രാഞ്ചാണ്. സിമ്പിളായി പറഞ്ഞാൽ മരുന്നുകൾ കണ്ടുപിടിക്കുന്നത്, അത് ഉണ്ടാക്കിയെടുക്കുന്നത്, അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത്, പിന്നെ അത് രോഗികളിലേക്ക് എത്തിക്കുന്നത്, ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള വലിയൊരു ലോകമാണ് ഫാർമസി. നിങ്ങൾ വിദേശത്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് വെറും ഒരു ഡിഗ്രി അല്ല, മറിച്ച് ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷനാണ്. ഇന്ത്യയിലാണെങ്കിൽ ക്ലിനിക്കൽ റോൾസ് വളരെ കുറവാണ്. റീറ്റെയിൽ ഓർ ഇൻഡസ്ട്രി ജോലികളാണ് കൂടുതൽ ഇവിടെയുള്ളത്. സാലറിയും കുറവാണ്. എന്നാൽ വിദേശത്ത് ഉയർന്ന സാലറിയും മികച്ച രീതിയിലുള്ള പ്രൊഫഷണൽ റെക്കഗ്നിഷനും നിങ്ങൾക്ക് ലഭിക്കും. അതിനുള്ള പ്രധാന കാരണം അവിടുത്തെ ലാബുകളൊക്കെ ഭയങ്കര മോഡേൺ ആണ്. റിസർച്ച് ഫെസിലിറ്റീസ് വളരെ അഡ്വാൻസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ പഠനം കഴിയുമ്പോൾ നിങ്ങൾക്ക് സയൻറ്റിഫിക് സ്കിൽസും അതോടൊപ്പം ഒരു രോഗിയെ എങ്ങനെ കെയർ ചെയ്യണമെന്നുള്ള ക്ലിനിക്കൽ സ്കിൽസും കിട്ടും. ആദ്യമായി എന്തുകൊണ്ട് ഫാർമസി വിദേശത്ത് പഠിക്കണം? എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമാണ്. ഇന്ത്യയിൽ പഠിച്ചാൽ പോരെ, എന്തിനാണ് ലക്ഷങ്ങൾ കൊടുത്ത് വിദേശത്തേക്ക് പോകുന്നത്? ശരിക്കും അതിന് കുറച്ച് കാരണങ്ങളുണ്ട്. ഗ്ലോബൽ റെക്കഗ്നിഷൻ. നിങ്ങൾ UK, അയർലൻഡ്, ഓസ്ട്രേലിയ, കാനഡ അല്ലെങ്കിൽ യൂറോപ്പ് പോലുള്ള രാജ്യങ്ങളിൽ നിന്നാണ് ഡിഗ്രി എടുക്കുന്നതെങ്കിൽ അതിന് വേൾഡ് വൈഡ് നല്ല വാല്യൂ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇന്നൊരു രാജ്യത്ത് പഠിച്ച് നാളെ വേറെ ഒരു രാജ്യത്തേക്ക് പോയി എളുപ്പത്തിൽ ജോലി ചെയ്യാൻ പറ്റും. അഡ്വാൻസ്ഡ് ലേണിംഗ്. അബ്രോഡുള്ള യൂണിവേഴ്സിറ്റികൾ പുതിയ മരുന്നുകളുടെ കണ്ടുപിടുത്തം, ബയോടെക്നോളജി, പേഷ്യൻ്റ് കെയർ ടെക്നിക്കുകൾ ഇതിലൊക്കെയാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നല്ല ക്ലിനിക്കൽ ആൻഡ് റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള അറിവ് കിട്ടാൻ ഇത് ഹെൽപ്ഫുൾ ആണ്. ബിൽഡ് എ ഗ്ലോബൽ നെറ്റ്വർക്ക്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ ഫൈസർ, ആസ്ട്രാസെനക്ക, നൊവാർട്ടിസ് പോലുള്ള ടോപ്പ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുമായി അവിടുത്തെ യൂണിവേഴ്സിറ്റികൾക്ക് കൊളാബറേഷൻ ഉണ്ടാവും. ഇവിടെയൊക്കെ നമുക്ക് ഇന്റേൺഷിപ്പ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പഠിച്ചിറങ്ങുമ്പോൾ തന്നെ ഒരു ഗ്ലോബൽ പ്രൊഫഷണൽ നെറ്റ്വർക്ക് റെഡിയാവും. പെർമനന്റ് റെസിഡൻസി ഓപ്പർച്യൂണിറ്റീസ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പല രാജ്യങ്ങളിലും ഫാർമസിസ്റ്റിന് നല്ല ഡിമാൻഡ് ഉള്ളതുകൊണ്ട് അവിടെ കുറച്ചു കാലം ജോലി ചെയ്താൽ നിങ്ങൾക്ക് സ്ഥിര താമസത്തിന് അഥവാ പെർമനന്റ് റെസിഡൻസിക്ക് അപ്ലൈ ചെയ്യാൻ നല്ല എളുപ്പമാണ്. അടുത്തതായി ടോപ്പ് യൂണിവേഴ്സിറ്റികളും ഫീസ് നോക്കിയാലോ. ഓസ്ട്രേലിയ. ഇവിടെയാണ് മൊണാഷ് യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് സിഡ്നി തുടങ്ങി ടോപ്പ് റാങ്ക്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളുള്ളത്. ഇവിടെ ഒരു വർഷത്തെ ട്യൂഷൻ ഫീസ് ഏകദേശം 23 ലക്ഷം രൂപ മുതൽ 32 ലക്ഷം രൂപ വരെയാണ്. അയർലൻഡിൽ ട്രിനിറ്റി കോളേജ് ഡബ്ലിൻ, യൂണിവേഴ്സിറ്റി കോളേജ് കോക്ക് ഒക്കെയാണ് ഫാർമസിക്ക് പേരുകേട്ട യൂണിവേഴ്സിറ്റികൾ. ഫീസ് ആണെങ്കിൽ ഏകദേശം 14 ലക്ഷം മുതൽ 16 ലക്ഷം വരെയാണ്. യു കെയിൽ ഏകദേശം 15 ലക്ഷം മുതൽ 17 ലക്ഷം രൂപ വരെയാണ് ഒരു വർഷത്തെ ഫീസ്. ശരിക്കും പറഞ്ഞാൽ ഈ ട്യൂഷൻ ഫീസ് യൂണിവേഴ്സിറ്റിയും കോഴ്സും അനുസരിച്ച് ചെറിയ മാറ്റങ്ങളൊക്കെ വരും. എങ്കിലും ഇതൊരു അപ്രോക്സിമേറ്റ് ഫിഗറാണ്. ഇനി ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക് നോക്കിയാലോ. പോപ്പുലർ ജോബ് പൊസിഷൻസും സാലറി. ആദ്യമായി കമ്മ്യൂണിറ്റി ഫാർമസിസ്റ്റ് 56 ലക്ഷം മുതൽ 82 ലക്ഷം വരെയാണ് സാലറി. ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റ് 61 ലക്ഷം മുതൽ 87 ലക്ഷം വരെ. ക്ലിനിക്കൽ റിസർച്ച് അസോസിയേറ്റ് 46 ലക്ഷം മുതൽ 71 ലക്ഷം വരെ സാലറി. റെഗുലേറ്ററി അഫയേഴ്സ് ഓഫീസർ 41 ലക്ഷം മുതൽ 66 ലക്ഷം വരെ. ക്വാളിറ്റി അഷുറൻസ് അനലിസ്റ്റ് 39 ലക്ഷം മുതൽ 61 ലക്ഷം വരെ. മെഡിക്കൽ സെയിൽസ് റെപ്പ് 36 ലക്ഷം മുതൽ 56 ലക്ഷം വരെ. അവസാനമായി കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണ് നോക്കാനുള്ളത്. നമുക്കൊക്കെ ഒരു തോന്നലുണ്ടായിരുന്നു ഫാർമസി ഡിഗ്രി ഉണ്ടെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ മാത്രമാണ് ജോലി കിട്ടുന്നത്. എന്നാൽ അതങ്ങനെയല്ല. എവിടേക്കാണ് നമുക്ക് ജോലി സാധ്യതകൾ ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. ഹോസ്പിറ്റലുകൾ ആൻഡ് കമ്മ്യൂണിറ്റി ഫാർമസികൾ. ഒരു രോഗിക്ക് മരുന്ന് കൊടുക്കുമ്പോൾ അത് സേഫ് ആണോ, ഡോസ് കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കുന്നത് ഫാർമസിസ്റ്റാണ്. ഇനി ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ. ഇവിടെയാണ് കൂടുതൽ ഓപ്ഷൻസ്. ഫൈസർ, ജോൺസൺ ആൻഡ് ജോൺസൺ, റോഷെ പോലുള്ള ടോപ്പ് കമ്പനികളിൽ പ്രൊഡക്ഷൻ ക്വാളിറ്റി കൺട്രോൾ അല്ലെങ്കിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് മേഖലകളിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. റെഗുലേറ്ററി അഫയേഴ്സ്. ഒരു മരുന്ന് മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ എല്ലാ ലീഗൽ കാര്യങ്ങളും ചെക്ക് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. ക്ലിനിക്കൽ ട്രയൽസ്. പുതിയ മരുന്നുകൾ മനുഷ്യരിൽ പരീക്ഷിക്കുമ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന ക്ലിനിക്കൽ റിസർച്ച് അസോസിയേറ്റ് ആയിട്ടും നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. പിന്നെ ഈ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് UK GPHC രജിസ്ട്രേഷനോ ഓസ്ട്രേലിയയിലാണെങ്കിൽ അഫ്ര രജിസ്ട്രേഷനോ ഒക്കെ എടുത്ത് ഇവിടെ സ്ഥിരമായി ജോലി ചെയ്യാൻ പറ്റും. അപ്പോൾ ഫാർമസി എന്ന് പറയുന്നത് വിദേശത്ത് ഹൈ സാലറി ജോലി, PR സാധ്യത, അതുപോലെ തന്നെ ഗ്ലോബൽ എക്സ്പോഷർ ഇവയെല്ലാം തരുന്ന ഒരു ഗോൾഡൻ കരിയർ ഓപ്ഷനാണ്. എല്ലാവരും പോകുന്ന വഴിയിൽ പോകാതെ കുറച്ചുകൂടെ നന്നായിട്ട് പ്ലാൻ ചെയ്താൽ നിങ്ങൾക്കും നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് എത്താൻ പറ്റും. ഫോർ ഡൗട്ട്സ് ആൻഡ് ക്ലാരിഫിക്കേഷൻസ് കോൺടാക്ട് ബെസ്റ്റ്മോൺ സ്റ്റഡി.